നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിലാഗമനം SFIയുടെ ഒരു സമരം കണ്ടിരുന്നു. അത് കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള സമരമായിരുന്നു. ആ സമരത്തിന്റെ ഫലമായി അത് ചില നേതാക്കന്മാർ പെട്ടെന്ന് ഉദയം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു നേതാവാണ് ശിവപ്രസാദ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശിവപ്രസാദ്. ഉജ്ജ്വലമായിട്ടുള്ള വാഗ്മിയും വാക്കുകളെ നല്ല സ്ഫുടം ചെയ്തെടുത്തുള്ള വാക്കുകളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും അതുപോലെ തന്നെ സംസാരത്തിലുമൊക്കെ വലിയ വാക്ചാതുര്യത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആ വാക്ചാതുര്യം മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടി പുതിയൊരു താരോദയത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ആ സമരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഇവിടെ സാധാരണക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് SFIയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണെന്ന് ആ സമരത്തിലൂടെ വീണ്ടും ബോധ്യപ്പെടുത്തിയിരുന്നു. ഇത് മറ്റ് സംഘടനകൾക്ക് KSU, ABVP അതുപോലുള്ള വലതുപക്ഷ സംഘടനകൾക്ക് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സമര പരിപാടിയായിരുന്നു SFIയും ഇടതുപക്ഷ സംഘടനകളും നടത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ ഈ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് കണ്ണു തുറപ്പിക്കാൻ തക്ക നിലയിലുള്ള സമര പരിപാടികളായിരുന്നു SFI ഏറ്റെടുത്ത് നടത്തിയത്. ഇവിടുത്തെ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ നിലപാടെടുക്കുകയും അവരുടെ ആ വിദ്യാഭ്യാസത്തിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരനാണെന്ന് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നും ഉള്ള ഒരു സാങ്കത്യമാണ് സമരത്തിലൂടെ നമ്മൾ കണ്ടുവച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ ഈ കേരളത്തിലെ മിക്ക സർവകലാശാലയിലേക്കും നടന്ന ആ സമര പരിപാടികളിൽ ജനങ്ങളെ ആകെ ആകർഷിക്കുന്നതിനും ഇവിടുത്തെ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ആർലേക്കർക്കെതിരെയും അതിനുവേണ്ടി സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടെയുള്ളവരെ വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിനിധിയായിട്ടാണ് SFIയുടെ തേരാളിയായിട്ടുള്ള ശിവപ്രസാദ് പെട്ടെന്ന് ഉയർന്നു വന്നത്. ആ SFIയുടെ നേതാവ് പെട്ടെന്ന് ഉയർന്നു വന്നത് യാദൃശികമല്ല. കാരണം അയാൾ ഒരു വർഷങ്ങളുടെ കാലപ്പഴക്കത്തിലൂടെയാണ് തൻ്റെ വാക്ചാതുര്യവും അതുപോലെ തന്നെ സംഘടനാ പാഠവും ഉയർത്തിക്കൊണ്ടുവന്നത്. ആദ്യം ബാലസംഘത്തിൽ വരികയും ബാലസംഘത്തിലൂടെ പ്രവർത്തനത്തിലൂടെ അതിനുശേഷം SFIയിൽ വരികയും SFIയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിട്ടാണ് ആദ്യം സംഘടനാ രംഗത്ത് സജീവമാകുന്നത്. അതിനുശേഷമാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. ഈ നിയോഗത്തിന് ഇടയിലാണ് ഈ സമരങ്ങളും അതുപോലെ തന്നെ വാക്ചാതുര്യത്തിനോടുള്ള സംസാരവും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിലൂടെ പുത്തൻ താരോദയം തന്നെ ഉദയം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും വളരെ സജീവമായി ചർച്ച ചെയ്യുന്നത് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ പെട്ടെന്ന് ഉയർന്നു വന്നതിൻ്റെ ഉള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള PJ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതൃ ക്യാമ്പിൽ വെച്ച് ഈ നമ്മുടെ പറയപ്പെടുന്ന PJ കുര്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ SFIയെ പുകഴ്ത്തുകയും അവരുടെ സമര രീതിയെ കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. നമുക്ക് ആദ്യം PJ കുര്യൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, KSUവിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്.
അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോ മണ്ഡലത്തിലും പോയി, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ ക്യാമ്പയിനുകൾക്ക് അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അഗ്രസീവായ യൂത്തിനെ അവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേര് ഉണ്ട്. കേട്ടല്ലോ, വളരെ അഗ്രസീവായിട്ടുള്ള നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുത്തതാണ് SFI എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. ഇതാണ് SFI കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികവുറ്റമായ ഒരു പ്രസ്ഥാനമാണ് SFI എന്നുള്ളത് ഒരു സംശയവുമില്ല. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് SFIയുടെ ഫുൾ ഫോം. ആ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SFI ഈ PJ കുര്യൻ പറയുന്നത് പോലെ തന്നെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സമരം. യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും വളരെ അനുകരിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് SFI ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ആണ് PJ കുര്യൻ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വളരെയേറെ പണിപ്പെട്ട് SFIയെ താറടിക്കുന്നതിനും അതുപോലെ തന്നെ SFIയുടെ പ്രവർത്തകന്മാരെല്ലാവരും ഗുണ്ടകളാണെന്നുള്ള രീതിയിലും SFIയെ വളരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ടായിരുന്നു ഇതുവരെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചാനൽ SFIയെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അത് മലയാളം ചാനലാണ്, മറ്റ് ചാനലുകളൊന്നുമല്ല, മലയാളം ചാനലാണ്. മലയാളം ചാനൽ 24x7 എന്ന് പറഞ്ഞ മലയാളം പുതിയ ചാനൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ചാനലിലാണ് ആ വാർത്ത വന്നത്. ആ ഒരു വാർത്ത കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ കാണുന്ന താര സാന്നിധ്യം ആരാണ്? ഒരു പുതിയ ഉദയം ആരുടേതാണ് ഉണ്ടായിട്ടത്? ഈ SFIയുടെ ചെറുപ്പക്കാരൻ്റെതല്ലേ? വലിയൊരു സമരം വന്നിരിക്കുകയാണ്. SFIയുടെ ഈ പറയുന്ന സെക്രട്ടറി ശിവപ്രസാദ് വന്നിട്ട് ഇപ്പൊ പറയുന്നതായിട്ടില്ലേ, വളരെ പ്രസിഡന്റ് കളിയാക്കിക്കൊണ്ടാണ് ഈ മോഹന കുന്നുമലെ ബുദ്ധിയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് പറയുന്നത്. ഈ VD സതീശനെതിരെ അതിനിടക്ക് ഈ പറയുന്ന ഫോട്ടോ കൊണ്ടുവന്നിട്ട് സംസാരിച്ചു. അതായത് ചെറുപ്പക്കാർക്ക് മാത്രം എന്ന് വെച്ചാൽ SFI അല്ലെങ്കിൽ KSU ABVP ആ ലീഡർഷിപ്പ് പൊസിഷനിലുള്ള പ്രായത്തിലുള്ള ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന വിധത്തിൽ ഒരു പരിധിയുമില്ലാതെ അടിക്കുകയാണ് ഇവർ. ഗവർണർക്കെതിരെ ആണെങ്കിലും ഈ BC-മാർക്കെതിരെ ആണെങ്കിലും. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിന് മറ്റു പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നൊക്കെ പ്രശ്നം ഉണ്ടായിരുന്ന സർക്കാരിന് നല്ല അനുകൂല നിലയുണ്ടാവുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ MP ഗോവിന്ദ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം 3-4 കാര്യങ്ങൾ പറഞ്ഞു. അതായത് എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളിൽ 16 കോളേജുകളും കേരളത്തിലാണ് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും മികച്ച 20 സർവകലാശാലകളിൽ 3 കേരളത്തിലാണ് കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. നീതി ആയോഗിൽ കേരളത്തിന് പ്രത്യേക പരാമർശം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവസരം, SFIയുടെ പുതിയ ലീഡർഷിപ്പിനെ ലോഞ്ച് ചെയ്യാനുള്ള അവസരം, SFIയെ മുൻനിർത്തിയിട്ട് അതിശക്തമായുള്ള സമരം നിർത്തിക്കൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സാധാരണഗതിയിൽ ഈ CPM ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള അവസരം എന്തെങ്കിലും തരത്തിൽ അവർക്ക് കിട്ടുന്നില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. പക്ഷേ അവരത് ചെയ്യുന്നു. അപ്പോൾ അവരുടെ മുന്നണി, ഇത് 2 പക്ഷമായിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അവരുടെ മുന്നണി ഒരല്പം വിജയിച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മിനി കാപ്പൻ ചുമതല കൊടുത്ത ആൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഗവർണർ നിയമപരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഇനി പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് നിലപാടെടുത്തിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം എല്ലായിടത്തും ആവേശത്തോടെ കൊണ്ടുപോയ ഭാരതാംബയുടെ ചിത്രം പിന്നീടുള്ള പരിപാടികൾ അദ്ദേഹം കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ കളി ഇപ്പം ശരിയാക്കി തരാം എന്ന് മറ്റേ സിനിമയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ വന്നിട്ട് പിന്നോട്ട് പോകേണ്ടുന്ന നിലയിലേക്ക് ഗവർണർ ആയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ കാണുന്നു. ഈ കളിയിൽ ഗവർണർ തോൽക്കാനാണ് സാധ്യത എന്നിപ്പോൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ എന്താ സംഭവിക്കുക, അദ്ദേഹം ഒന്നുകൂടെ കടുപ്പിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ CPM-നും സർക്കാരിന് മുന്നിൽ അസുലഭമായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ P പ്രസാദാണല്ലോ ആദ്യം ഈ പ്രശ്നത്തിലേക്ക് ഇടപെട്ടത്. CPI-യും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പോൾ UDF അവിടെ വന്നിട്ട് അവരുടേതായ രാഷ്ട്രീയം മുന്നോട്ട് ശക്തിയായിട്ട് വെക്കുമ്പോൾ തന്നെയും പക്ഷേ LDF-ന് ഒരു തരത്തിലുള്ള സൗകര്യപ്രദമായുള്ളൊരു ഒരു അവസരം തുറന്നു കൊടുത്തിരിക്കുകയാണ് ഗവർണർ എന്ന് വേണം നമ്മൾ കാണാൻ. യഥാർത്ഥത്തിൽ SFI നടത്തിയ ഈ ഉജ്ജ്വലമായിട്ടുള്ള സമരം
RSSന്റെ നയങ്ങൾ ഗവർണർ കേരള യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനെതിരായിട്ടായിരുന്നു SFI അത്യുജ്വലമായിട്ടുള്ള സമര പരിപാടികൾ ഏറ്റെടുത്തത്. ആ സമരത്തിന്റെ ഭാഗമായി ഒട്ടേറെ പേർ ജയിലിലും അതുപോലെ തന്നെ ആക്രമണത്തിനും ഇരയായിട്ടുണ്ട്. പോലീസിന്റെ ക്രൂര മർദ്ദനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. എങ്കിൽ പോലും SFIയുടെ ഈ ഏറ്റെടുത്ത മുദ്രാവാക്യങ്ങളെല്ലാം കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനുദാഹരണമാണ് PJ കുര്യൻ പറഞ്ഞതും ഇപ്പോൾ ഈ മലയാളം ചാനൽ അവതരിപ്പിച്ചത്. 2 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് SFIയെ കുറിച്ച് പറയാനെടുത്തത് സമയവും ഒക്കെ കാണിക്കുന്നത് SFI ഈ കേരളത്തിൽ നിലനിന്നേ പറ്റുള്ളൂ. സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസ നയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും പോരാടാനും ഈ ആർലേക്കറിനെ പോലുള്ള RSS നിയന്ത്രണം കൊണ്ടുവരുന്നതിനെതിരായി സമരം ചെയ്യുന്നതിനും ഒക്കെ ഈ SFI മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.